സ്നേഹത്തണലിൻ മാറോടണയാൻ ഞാനെത്ര വൈകി നാഥാ. യേശുവിനെ തള്ളി പറയുകയും ഉപേക്ഷിച്ചു പോവുകയും ചെയ്തവരിൽ ഒരാളൊഴികെ എല്ലാവരും മടങ്ങിയെത്തി. ഒറ്റിക്കൊടുത്തവൻ കാപട്യമുള്ളവനായതുകൊണ്ട് നാശത്തിൽ നിബന്ധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ഒരു മടങ്ങിവരവ് വലിയ പ്രയാസമാണ്. പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾക്ക് ഇവിടെയും നിരുപാധികമായ മാപ്പുണ്ട്. അവർ പാപത്തിൽ മുങ്ങിപ്പോയിട്ടില്ല. തെറ്റായ ചില പാതകളിൽ സഞ്ചരിച്ച ആ പാദങ്ങൾ മാത്രമേ കഴുകി വൃത്തിയാക്കേണ്ടതുള്ളൂ. പറുദീസ വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പാദങ്ങളും വിശുദ്ധമായിരിക്കണം എന്ന് പറയുന്നത്. മടങ്ങി വന്ന് ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാൻ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകട്ടെ.